ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. നീ ഉയരില്ല എന്ന് പലരും വിചാരിച്ചു, നിന്നെ തകർത്ത് കളയാമെന്ന് പലരും പദ്ധതിയിട്ടു. നിന്റെ ദൈവമാണ് നിന്നെ നട്ടതെങ്കിൽ ഒരു കാറ്റിനും പേമാരിക്കും നിന്റെ വേരിനെ തൊടുവാൻ, ഇളക്കി മാറ്റാൻ സർവശക്തൻ അനുവദിക്കുകയില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ദൈവത്തിലുള്ള വിശ്വാസത്തിന് കുറവുണ്ടാകരുത്. കാരണം ദൈവം കൂടുതലായി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്കാണ് ജീവിതത്തിൽ പല പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഒരു രാത്രി കൊണ്ട് ജോസഫിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ, ഒരു രാത്രി കൊണ്ട് മൊർദെഖായിയുടെ ജീവിതം മാറ്റിയെങ്കിൽ, ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കണ്ണടച്ചു തുറക്കുന്ന സമയം ദൈവത്തിന് ആവശ്യമില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 2 വാക്യപ്രകാരം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 43:2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.